ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ ദിവസം വളരെ സംഭവ ബഹുലമായിട്ടുള്ളൊരു ദിവസമായിരുന്നു. അതൊക്കെ ഞാൻ വഴിയേ പറയാം. നിങ്ങൾ ഈ കാണുന്ന ബിൽഡിംഗ് ആണ് റോയൽ പവലിയൻ ബിൽഡിംഗ്. അപ്പോൾ ഞങ്ങൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്തത് തന്നെ ഗ്രാൻഡ് പാലസ് കാണാൻ വേണ്ടിയിട്ടാണ്. അച്ഛനും അമ്മയും റിത്തു ഇന്ന് തിരിച്ച് കൊച്ചിയിലോട്ടും ഞങ്ങൾ ഫുക്കറ്റിലോട്ടുമാണ് പോകുന്നത്. അപ്പോൾ ഉച്ചവരെ ഓൾമോസ്റ്റ് ഒരു 3 മണിവരെയൊക്കെ നമുക്ക് ടൈമുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഞങ്ങളുടെ പ്ലാൻ എന്ന് പറയുന്നത് ഗ്രാൻഡ് പാലസ് ഫുള്ള് കാണുക, അത് കഴിഞ്ഞ് ഫുഡ് കഴിച്ച് എയർപോർട്ടിൽ പോവുക. എയർപോർട്ടിൽ നമ്മുടെ റെൻ്റേ കാർ ഉണ്ടല്ലോ, ഇത് നമ്മൾ ഡ്രോപ്പ് ചെയ്യുക. ഗ്രാൻഡ് പാലസ് 2 റൗണ്ട് അടിച്ചപ്പോഴാണ് ഞങ്ങൾക്ക് പാർക്കിംഗ് സ്പേസ് കിട്ടിയത്. ആക്ച്വലി പാർക്കിംഗ് ഭയങ്കര വലിയ പാർക്കിംഗ് ആണ്, പക്ഷേ ഞങ്ങൾ എൻട്രൻസ് മിസ്സാക്കി. അപ്പോൾ ഞങ്ങൾ പിന്നെയും കറങ്ങി ഒരു റൗണ്ടും കൂടി ചെയ്തിട്ടാണ് എൻട്രൻസിൽ വന്നത്. പാർക്ക് ചെയ്തിട്ട് കുറച്ചധികം നടക്കാനുണ്ടായിരുന്നു ഗ്രാൻഡ് പാലസിലോട്ട് പോകാനായിട്ട്. അതുകൊണ്ട് അച്ഛൻ വന്നില്ല, ഞങ്ങൾ മാത്രമേ പോയുള്ളൂ. ഞാനും അമ്മയും റിത്തുവും രാഹുലും മാത്രമേ പോയുള്ളൂ. അപ്പോൾ ഇന്നത്തെ ദിവസം വലിയ വെയിലില്ലാത്തതുകൊണ്ട് നടക്കാൻ അത്രയ്ക്ക് അങ്ങോട്ട് നമ്മൾ ക്ഷീണിച്ചില്ല. പിന്നെ ഇവിടെ ഒരു അണ്ടർ പാസേജ് കൂടി ഉണ്ടായിരുന്നു, ഒരു വാഷ്റൂമും പിന്നെ ബാങ്കോക്കിലെ പഴയ കുറച്ച് പെയിൻറ്റിങ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരു അത്യാവശ്യം നമുക്ക് റെസ്റ്റിംഗ് സ്പേസ് പോലത്തെ ഒരു ഏരിയ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് എസ്കലേറ്റർ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് റോഡ് ക്രോസ് ചെയ്യുന്നതിന് പകരം ഈ താഴെ കൂടി ഈ പാസേജ് കൂടി നമുക്ക് ഗ്രാൻഡ് പാലസിൻ്റെ എൻട്രൻസിലോട്ട് പോവാം. ബാങ്കോക്കിൻ്റെ ഹൃദയഭാഗത്തായിട്ടാണ് ഈ പാലസ് സ്ഥിതി ചെയ്യുന്നത്. 1925 കാലഘട്ടം വരെയും ഇത് രാജാവിൻ്റെ ഒഫീഷ്യൽ റെസിഡൻസ് ആയിട്ടാണ് യൂസ് ചെയ്തിരുന്നത്. ഇപ്പോഴും അവിടെ റോയൽ സെറിമണീസൊക്കെ നടക്കുന്നുണ്ട്. റോയൽ സെറിമണീസും സ്റ്റേറ്റ് ഫംഗ്ഷൻസും ഒക്കെ നടക്കാറുണ്ടെന്നാണ് പറയുന്നത്. ഈ കോംപ്ലക്സിനുള്ളിൽ തന്നെയാണ് നമ്മുടെ എംറാൾ ബുദ്ധ ടെമ്പിളും വരുന്നത്. അപ്പോൾ എംറാൾ ബുദ്ധ ടെമ്പിളിൻ്റെ ഉള്ളിൽ നമുക്ക് വീഡിയോയോ ഫോട്ടോയോ ഒന്നും എടുക്കാൻ പറ്റില്ല. ഇതിൻ്റെ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റ് എന്താണെന്ന് വെച്ചാൽ ബുദ്ധയുടെ ഡ്രസ്സ് ഇവർ 3 സീസണിൽ ചേഞ്ച് ചെയ്യാറുണ്ട്. അതായത് ഹോട്ട് സീസൺ ആകുമ്പോൾ ഒരു ഗോൾഡൻ റോബും, ഗോൾഡൻ എന്ന് വെച്ചാൽ ഒറിജിനൽ ഗോൾഡാണ്, ഗോൾഡൻ റോബും ഒരു ക്രൗണും ആയിരിക്കും ഡ്രസ്സ് എന്ന് പറയുന്നത്. റെയിനി സീസണിൽ ഹെഡ് ഡ്രസ്സും ഒരു സ്മോൾ റെയിൻ കോട്ടും ആണ് യൂസ് ചെയ്യുന്നത്. പിന്നെ തണുപ്പ് കാലത്ത് നല്ല സോളിഡ് ഗോൾഡൻ റോബും ഹെഡ് ഡ്രസ്സും ആണ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ അമ്പലത്തിലൊക്കെ തീർത്ഥം വെക്കുന്നത് പോലെ ഇവിടെ ഒരു ബൗളിൽ കുറച്ച് തീർത്ഥവും പിന്നെ ഒരു ലോട്ടസിൻ്റെ മൊട്ടോ ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ തന്നെ ആ വെള്ളം ഇങ്ങനെ നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് ശുദ്ധീകരിക്കുന്ന പോലെ ചെയ്തിട്ടാണ് ഉള്ളിലൊക്കെ കയറുന്നത്. പേര് പോലെ തന്നെ പാലസും ഗ്രാൻഡാണ്. ഓരോ വർക്കും നമ്മളിങ്ങനെ ശരിക്കും ഭയങ്കര അത്ഭുതപ്പെട്ടിങ്ങനെ നോക്കി പോകും. ആ മേലത്തെ ബെല്ലാണ് ഈ ഒച്ച ഉണ്ടാക്കുന്നത്. ഇത്രയും ദിവസം തായ്ലൻഡിൽ കുറേ സ്ഥലങ്ങൾ ഞങ്ങൾ പോയി കണ്ടെങ്കിലും ഇത്രയും തിരക്കുള്ള ഒരു സ്ഥലം വേറെ ഇല്ല എന്ന് തന്നെ പറയണം. കാരണം അത്രയും തിരക്കാണ്. ഈ ആൾക്കാരെ തട്ടിമുട്ടി നമുക്ക് നടക്കാൻ പറ്റാത്ത അത്രയും തിരക്കായിരുന്നു. ഫുള്ള് ടൂറിസ്റ്റ് ആൾക്കാരാണ്, ടൂറിസ്റ്റും ഗൈഡുമാരിങ്ങനെ അവരുടെ ഒരു ഫ്ലാഗൊക്കെ പിടിച്ചിങ്ങനെ നടക്കുന്നത് കാണുമ്പോൾ തന്നെ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരാണ് അവരെ ഇങ്ങനെ ഫോളോ ചെയ്ത് പോകുന്നത്. പിന്നെ നമുക്കിങ്ങനെ അത്രയും തിരക്കാണ്, ഭയങ്കര ബിസി ആയിട്ടുള്ള ദിവസമായിരുന്നു അന്നും. എല്ലാ ബിൽഡിങ്സും കാണാൻ നല്ല ഭംഗിയാണ്. ആ ഒരു ഗോൾഡൻ കളറൊക്കെ വരുമ്പോൾ നല്ല ഭംഗിയാണ്. ദൂരെ നിന്ന് കാണാനായാലും അടുത്ത് പോയി കാണാനായാലും നമ്മളിങ്ങനെ അന്തം വിട്ട് നോക്കി നിൽക്കുമെന്ന് അറിയില്ലേ, അങ്ങനത്തെ ഒരു സ്ട്രക്ചറാണ്. പിന്നെ ഈ ചില ബിൽഡിങ്ങൊക്കെ മിക്സ്ഡ് ആണ്, അതായത് യൂറോപ്യനും തായ് മിക്സ് വരുന്ന ബിൽഡിങ്സ് ഉണ്ട്. അതായത് അതിൻ്റെ ലോവർ പാർട്ട് എന്ന് പറയുന്നത് യൂറോപ്യൻ സ്ട്രക്ചറിലായിരിക്കും, മേൽക്കൂര വരുന്നത് ഈ ഗ്രീനും റെഡും ടൈല് വെച്ചിട്ടുള്ള സ്ട്രക്ചറും ആയിരിക്കും. പിന്നെ ലോൺ ഏരിയ ഇഷ്ടം പോലെ ഉണ്ട്. പ്ലസ് ബോൺസായി മരങ്ങളൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിങ്ങനെ കുറേ ഫോട്ടോ എടുക്കാനുള്ള സ്ഥലങ്ങൾ ഒത്തിരി നല്ല ഭയങ്കര ഭംഗിയുള്ള, നമ്മളിങ്ങനെ കണ്ട് നോക്കി നിന്ന് പോകുന്ന പോലത്തെ കുറേ പ്ലേസസ് അവിടെ ഉണ്ട്. ഇവിടെയും കുറച്ച് ചൈനക്കാർ വന്ന് ഞങ്ങളെ പരിചയപ്പെടുകയും ഫോട്ടോസൊക്കെ എടുക്കുകയൊക്കെ ചെയ്തു. എന്നിട്ട് അവർ ഞങ്ങളോട് എവിടെ നിന്നാന്ന് ചോദിച്ചാൽ ഞങ്ങൾ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് അവർക്ക് മനസ്സിലാവുന്നില്ല. അവർ പിന്നെയും എന്താണെന്നാണ് ചോദിക്കുന്നത്. പിന്നെയാണ് എനിക്ക് മനസ്സിലായത്, അതായത് സുജിത് ഭക്തൻ്റെ വീഡിയോ കണ്ടപ്പോഴാണ് മനസ്സിലായത് ഇവർക്ക് ഇന്ത്യ എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല, ഹിന്ദു എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഇന്ത്യ എന്ന കൺട്രിയാണ് എന്ന് മനസ്സിലാവുള്ളൂ എന്നുള്ളത്. ഈ ബിൽഡിംഗ് ഒക്കെ കണ്ടോ, എന്താ ഭംഗിയല്ലേ ദൂരെ നിന്ന് കാണാൻ. വൈറ്റും റെഡും ഗ്രീനും ഗോൾഡും കോമ്പിനേഷനൊക്കെ എല്ലാ ബിൽഡിങ്ങും ഇങ്ങനെ തന്നെയാണ്, കാണാൻ നല്ല ഭംഗിയാണ്. ഓരോ 2 മണിക്കൂറിലും ഇവിടെ ഗാർഡ് ചേഞ്ച് നടക്കാറുണ്ട്. അപ്പോൾ അവരതൊരു ചെറിയ മാർച്ച് പാസ്റ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ ക്വീൻ സർക്കിറ്റിൻ്റെ മ്യൂസിയം കാണാൻ പോയപ്പോഴത്തേക്കും ഈ ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റി.
ഇവിടെ കൂടുതലും എക്സിബിറ്റ് ചെയ്തേക്കുന്നത് ക്വീൻ സിർക്കത്തിൻ്റെ പണ്ട് കാലഘട്ടത്തിൽ പുള്ളിക്കാരത്തി യൂസ് ചെയ്തിരുന്ന ഡ്രസ്സും ജ്വല്ലറീസും ഓർണമെൻറ്റ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ തന്നെ നമുക്ക് ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും പുള്ളിക്കാരത്തി അന്നത്തെ കാലഘട്ടത്തിൽ എന്തുമാത്രം ഫാഷനബിൾ ആയിരുന്നു എന്നുള്ളത്. അതിനൊപ്പം തന്നെ ഒരു സൊവനിയർ ഷോപ്പും ഉണ്ടായിരുന്നു. ഞാൻ ഈ ഡ്രസ്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഡ്രസ്സ് കണ്ടപ്പോൾ തന്നെ എനിക്കും ഋത്തുവിനും ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഈ ഡ്രസ്സ് മേടിച്ചു. പാലസൊക്കെ കണ്ട് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് പാർക്കിങ്ങിലോട്ട് എത്തി. അച്ഛൻ പാർക്കിങ്ങിൽ തന്നെയാണ് ഇരുന്നത്, കാറിൽ തന്നെയാണ് ഇരുന്നത്. ആ കാണുന്നതാണ് ഗ്രാൻഡ് പാലസ്. ഈ കാണുന്ന ബിൽഡിംഗ് എന്ന് പറയുന്നത് ഇവിടുത്തെ ഹൈക്കോർട്ടാണ്. ഗ്രാൻഡ് പാലസ് ഒക്കെ കണ്ട് ഞങ്ങൾ എയർപോർട്ടിലോട്ട് പോകുന്ന വഴിക്ക് ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് കഷ്ടപ്പെട്ട് തപ്പി കണ്ടുപിടിച്ച് ഫുഡൊക്കെ കഴിച്ചു. പക്ഷേ ഫുഡ് അത്ര വലിയ ഗുണമൊന്നും ഇല്ലായിരുന്നു. കൊച്ചിയിലോട്ട് തിരിച്ച് അച്ഛനും അമ്മയും ഋതുവും മാത്രമാണ് പോകുന്നത്. ഞങ്ങൾ ഫുക്കറ്റിലോട്ടാണ് പോകുന്നത്. അപ്പോൾ അവർക്ക് ഒത്തിരി ഡിലേ ആക്കാതെ ഞങ്ങൾ നേരത്തെ തന്നെ എയർപോർട്ടിലെത്തി. എന്നിട്ട് രാഹുൽ അവരോട് ഓരോ കാര്യങ്ങളും ഇങ്ങനെ എവിടെ ചെക്ക് ഇൻ ചെയ്യണം, എവിടെ സെക്യൂരിറ്റി ചെക്ക്, എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ രാഹുൽ അവർക്ക് പറഞ്ഞിങ്ങനെ മനസ്സിലാക്കി കൊടുക്കുമായിരുന്നു. അവർക്ക് അറിയാം, എങ്കിലും ഞങ്ങളില്ലാത്തത് കൊണ്ട് അവർക്കൊരു ടെൻഷൻ പോലെ. അവർ സെക്യൂരിറ്റി ചെക്ക് ഇൻ ചെയ്യുന്നത് വരെ ഞങ്ങളവിടെ പുറത്ത് തന്നെ വെയിറ്റ് ചെയ്തു. ഇനി എന്തെങ്കിലും ഡൗട്ടോ അങ്ങനെ എന്തെങ്കിലും വന്നാൽ വിളിച്ചാൽ കിട്ടുമല്ലോ, അതുകൊണ്ട് ഞങ്ങൾ അവിടെ തന്നെ വെയിറ്റ് ചെയ്തു. അങ്ങനെ അവർ സെക്യൂരിറ്റി ചെക്കിനൊക്കെ കഴിഞ്ഞു, എല്ലാം ഓക്കെ ആണ്, വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലയെന്ന് വിളിച്ച് പറഞ്ഞപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി അവിടെ നിന്ന്, അതായത് ഞങ്ങൾ നിന്നത് ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ്, ടെർമിനലിലാണ്. അവിടെ നിന്ന് ഞങ്ങൾ ഉള്ളിക്കൂടി നടന്നാൽ തന്നെ നമുക്ക് ഡൊമസ്റ്റിക് ടെർമിനലിൽ എത്താൻ പറ്റും. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി ലാവിഷായിട്ട് ആടിപ്പാടി നടക്കുവാണ്. പക്ഷെ നടക്കുമ്പോൾ ഞങ്ങളിങ്ങനെ നോക്കുന്നുണ്ട്, ഞങ്ങളുടെ ഫ്ലൈറ്റ് നമ്പർ ഈ സ്ക്രീനിൽ വരുന്നുണ്ടോ എന്നിങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ കുറേ നേരം നോക്കിയിട്ടും ഞങ്ങളുടെ ഫ്ലൈറ്റ് നമ്പർ മാത്രം വന്നില്ല. ഞങ്ങളുടെ ഫ്ലൈറ്റ് 7:10 ഈ പറഞ്ഞ പോലെ 7 മണിക്കുള്ള ഫ്ലൈറ്റ് വന്നു, 7:30 ഫ്ലൈറ്റ് വന്നു, 8 മണി വരെയുള്ള ഫ്ലൈറ്റിൻ്റെ ചാർട്ടും അവിടെ സ്ക്രീനിൽ ലിസ്റ്റ് ചെയ്തു. പക്ഷേ ഞങ്ങളുടെ ഫ്ലൈറ്റ് മാത്രം വന്നില്ല. 7:10 ഫ്ലൈറ്റിൻ്റെ പേര് മാത്രം കാണിക്കുന്നില്ല. ഞങ്ങൾ വെച്ചാൽ ഈശ്വരൻ ഇനി ക്യാൻസൽ ചെയ്താലും അവർ അവിടെ സ്ക്രീനിൽ കാണിക്കുമല്ലോ. അങ്ങനെ ഞങ്ങൾ ഓക്കെ എന്നാലും കുഴപ്പമില്ല, സമയമുണ്ടല്ലോ എന്നുള്ള രീതിയിൽ പതുക്കെ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് നടക്കുമായിരുന്നു. പിന്നെ ടെൻഷനായി, കാരണം ഒത്തിരി സമയം ഫ്ലൈറ്റിൻ്റെ ടൈമും എടുത്തു. നോക്കുമ്പോഴാണ് ഞങ്ങളുടെ എയർപോർട്ട് മാറിപ്പോയി. ഞങ്ങൾ സുവർണഭൂമിയിൽ നിന്നാണ് ഫുക്കറ്റിലോട്ട് ബുക്ക് ചെയ്തത്. പക്ഷേ ഞങ്ങൾ നിൽക്കുന്ന ഡോൺ ബോങ് എയർപോർട്ടിലാണ്. പിന്നെ അവിടെ നിന്നൊരു ഓട്ടോ ആയിരുന്നു. ഞങ്ങൾ ഗ്രാബ് ബുക്ക് ചെയ്യുന്നു, ടാക്സി ആണോ ഗ്രാബാണോ അങ്ങനെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അവിടെ നിന്ന് ആരെങ്കിലും ലിഫ്റ്റ് തന്നാൽ പോലും പോവാം എന്നുള്ള രീതിയിൽ ഞങ്ങൾ ഫ്ലൈറ്റ് മിസ്സാവും എന്ന് തന്നെയാണ് വിചാരിച്ചത്. കാരണം ഞങ്ങൾക്ക് ചെക്ക് ഇൻ ബാഗേജ് ഉണ്ട്. അപ്പോൾ ചെക്കിനൊക്കെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും എന്നറിയില്ല. പിന്നെ ബാങ്കോക്കിലെ അപാര ട്രാഫിക്കാണ്. നിന്ന് കഴിഞ്ഞാൽ അങ്ങനെ നിൽക്കും, അനങ്ങില്ല. ഇടയ്ക്ക് 1-2 ബ്രിഡ്ജിലൊക്കെ നല്ലോണം ട്രാഫിക്കിൽ ഞങ്ങൾ പെട്ടു. അപ്പോഴൊക്കെ ഞങ്ങൾ ഉറപ്പിച്ചു ഓക്കെ ഫ്ലൈറ്റ് കിട്ടില്ല, ഇനി വേറെ എന്തെങ്കിലും ഓപ്ഷൻസ് നമുക്ക് നോക്കാം, കുഴപ്പമില്ല, ടെൻഷൻ അടിക്കണ്ട എന്നുള്ള രീതിയിൽ. ബസ്സിനാണെങ്കിൽ ബസ്സിന് പോവാം. അപ്പോൾ ഫ്ലൈറ്റ് ടിക്കറ്റ് ഞങ്ങൾക്ക് നഷ്ടമാവും, അന്നത്തെ ഞങ്ങളുടെ ഹോട്ടൽ ബുക്കിങ്സ് ഒക്കെ നഷ്ടമാവും. എന്നാലും സാരമില്ല എന്നുള്ള രീതിയിൽ ഞങ്ങൾക്ക് ഒരു അബദ്ധം പറ്റിപ്പോയല്ലോ എന്നുള്ള രീതിയിൽ ഞങ്ങളിങ്ങനെ ഇച്ചിരി ഒന്ന് റിലാക്സ് ചെയ്ത് പോയി. കാരണം ഇനി ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല, ഫ്ലൈറ്റ് കിട്ടിയാൽ കിട്ടി എന്നുള്ള രീതിയിൽ ഞങ്ങൾ ഗ്രാബ് ബുക്ക് ചെയ്ത് പോയി. എന്തോ ഭാഗ്യത്തിന് ഞങ്ങൾ കറക്റ്റ് ടൈമിന് തന്നെ എയർപോർട്ടിലെത്തി. ഞങ്ങളുടെ ചെക്ക് ഇൻ ബാഗേജ് ക്ലോസ് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ തന്നെ ഞങ്ങൾക്ക് ചെക്ക് ഇൻ ചെയ്യാൻ പറ്റി. അത് കഴിഞ്ഞിട്ട് സെക്യൂരിറ്റി ചെക്കിങ് പ്രോസസ്സൊക്കെ ഭയങ്കര ഈസിയാണ്. വേറെ ഒന്നുമില്ല, നമ്മൾ മറ്റേ ഇതിൽ കൂടി കടന്നു കഴിഞ്ഞാൽ പിന്നെ അവർ വേറെ ചെക്കിങ് ഒന്നുമില്ല. ഈവൻ നമ്മളുടെ ഇലക്ട്രോണിക് വാച്ച് പോലും ഊരി വെക്കണ്ട അവിടെയൊന്നും. ഇവിടെ അങ്ങനെയല്ല. ഇന്ത്യയിൽ നമ്മൾ ഇലക്ട്രോണിക് വാച്ച് ആണെങ്കിലും എന്ത് ഇലക്ട്രോണിക് സാധനങ്ങളാണെങ്കിലും അത് ഊരി മാറ്റി വെച്ച് പിന്നെ ബെൽറ്റൊക്കെ ഊരണം, അങ്ങനത്തെ കുറേ പ്രോസസ്സ് ഉണ്ടല്ലോ. ഇവിടെ അതൊന്നുമില്ല, ഭയങ്കര ഈസിയായിരുന്നു. നമ്മൾ ഫ്ലൈറ്റിൽ കയറി ഒരു വിൻഡോ സീറ്റും രാഹുൽ പറയാറ്, കല്യാണം കഴിഞ്ഞിട്ട് രാഹുൽ പിന്നെ വിൻഡോ സീറ്റ് കണ്ടിട്ടേ ഇല്ലാന്ന്. കാണാറുണ്ടല്ലോ, ഇരിക്കാറില്ലെന്നല്ലോ. 1.5 മണിക്കൂർ ഫ്ലൈറ്റാണ്. 1.5 മണിക്കൂർ വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എല്ലാം സെറ്റായി. ഞങ്ങളിനി ഫുക്കറ്റിലെത്തിയിട്ട് കാണാം.
ടാക്സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടെ ചെന്നിട്ട് പിന്നെ അവിടെ നിന്ന് ടാക്സി പിടിക്കേണ്ടി വരും. മൊത്തത്തിൽ അതിനെക്കാട്ടിൽ ലാഭം നോക്കിയിട്ട് ഈ പറഞ്ഞ പോലെ മൊത്തം കൂടി 2000 സംതിങ് തായ് ബാത്തിന് നമുക്ക് ഫുൾ കാറ് കിട്ടുന്നുണ്ട്. അതായത് 4 ദിവസത്തേക്ക് 6000 അടുപ്പിച്ച്. എങ്ങോട്ടാണ് പോകണ്ടേ? അങ്ങനെ ഞങ്ങൾ ഫുക്കറ്റിൽ വന്നിറങ്ങി. ഇവിടെ നിന്ന് ഞങ്ങൾ ടാക്സി അല്ല, ഞങ്ങൾ സെൽഫ് ഡ്രൈവ് കാർ തന്നെ ബുക്ക് ചെയ്തു. അപ്പോൾ അതിന് ഇവിടെ ഇൻ്റർനാഷണൽ അറൈവലിൻ്റെ അവിടെ ആണ് അവരുടെ ഓഫീസെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ പോയി നമ്മൾ കീയും കാര്യങ്ങളും കാറും കളക്ട് ചെയ്യണം. അപ്പോൾ ഞങ്ങളങ്ങനെ നടക്കുക. നീ അവിടെ നിന്ന് ഡൊമസ്റ്റിക്കിൽ നിന്ന് ഇൻ്റർനാഷണലോട്ട് അകത്തൂടി തന്നെ പോകാൻ പറ്റുമായിരുന്നു. ഞങ്ങൾ വെറുതെ പുറത്തിറങ്ങി നടക്കുക. ഞങ്ങൾ കാറ് റെൻ്റൽ എടുത്തത് യൂറോപ്പ് കാർ എന്ന് പറഞ്ഞിട്ടൊരു ഏജൻസിയിൽ നിന്നാണ്. അപ്പോൾ അവിടെ ഞങ്ങളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ രാവിലെ കൊടുക്കുന്നുണ്ട്. ടൊയോട്ട യാരിസ് ആണ് നമുക്ക് കിട്ടിയ കാറ്, ബ്ലാക്ക്. കാറ് ഭയങ്കര ശോകം കാറാണ്. കാറ് മറ്റേ ശോകം കാറാണല്ലോ. ഇന്നലത്തെ കാർ അടിപൊളി. ഇതെപ്പോഴാണ് നമ്മൾ ബുക്ക് ചെയ്തത്? ഈ കാർ നമ്മൾ എപ്പോഴാണ് ബുക്ക് ചെയ്തത്? ഈ കാർ നമ്മൾ എത്തിയിട്ട് എവിടെ എത്തിയിട്ട്? ഫുക്കറ്റ് എത്തിയിട്ട് ഷടപടേന്ന് ബുക്ക് ചെയ്ത്. ഞങ്ങൾ വിചാരിച്ചു ഫ്ലൈറ്റ് മിസ്സാവും, അതിന് കുറേ കാശാവും എന്നൊക്കെ വിചാരിച്ച്. എന്നിട്ട് ഫ്ലൈറ്റൊക്കെ കിട്ടിയപ്പോൾ സന്തോഷമായി. അപ്പോൾ ഞങ്ങൾ 2 വീലർ എടുക്കാനാണ് പ്ലാൻ ചെയ്തത്. പിന്നെ ഇവിടുത്തെ ചൂടും കാര്യങ്ങളൊക്കെ ആലോചിച്ചപ്പോഴത്തേക്ക് ശരിയെന്ന് കാറ് തന്നെ എടുക്കാം ഇത്തവണ എന്ന് വിചാരിച്ചു അങ്ങനെ ബുക്ക് ചെയ്തു. ഫുക്കറ്റിലെ പട്ടോങ് ബീച്ചിനടുത്തായിട്ടാണ് ഞങ്ങൾ റൂം ബുക്ക് ചെയ്തത്. ഓൾമോസ്റ്റ് 2 ഡേയ്സ് ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് വലിയ റേറ്റ് ഒന്നുമില്ല, നല്ല അഫോർഡബിൾ റേറ്റ് ആയിരുന്നു. പിന്നെ അത്യാവശ്യം നല്ല ഫെസിലിറ്റീസും ഫുഡും ഒക്കെ നല്ല ഫുഡായിരുന്നു. ആകെ ഒരു പ്രശ്നം ലിഫ്റ്റ് ഇല്ലായിരുന്നു എന്നുള്ളതാണ്. 2nd ഫ്ലോറിലായിരുന്നു. അപ്പോൾ സ്റ്റെയർ കയറി വേണം വരാൻ. വിത്ത് ലഗേജ് എല്ലാം കൂടി ഞങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അത് മാത്രമേ ഒരു പ്രശ്നമുള്ളൂ. ബാക്കി സ്റ്റേ എല്ലാം ഭയങ്കര അടിപൊളി സ്റ്റേ ആയിരുന്നു. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോ ഫിഫി ഐലൻഡിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും കാണണം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.